سرابا صدق الله مولانا العلي العظيم وصدق بالله رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. നമ്മൾ പറഞ്ഞു സൂറത്തു അമ്മ യതസാഅലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസി ആൾക്കാരുടെ സന്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം നിഷേധിച്ചുകൊണ്ട്, വിശിഷ്യ പുനർജന്മത്തെ നിഷേധിച്ചുകൊണ്ട് അവരുടെ സംസാരത്തെ അല്ലെങ്കിൽ അവരുടെ സന്ദേഹത്തെ അതിനെ അവസാനിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ ഉറപ്പാണ്, അതിന് കഴിവുള്ളവരാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന് അറിയിക്കുന്ന വൃത്താന്തമാണ് എന്ത് ചെയ്യുക അല്ലാഹു തആല സൂറത്തിന്റെ ബൈൽ പറയുന്നത്. നമ്മൾ കുറെ കാര്യം പറഞ്ഞു. എന്തൊന്നിനെ കുറിച്ചാണ് അവർ പരസ്പരം സംസാരിക്കുന്നത്, അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അനിൻ നബഇൽ അദീം, ആ മഹത്തായ വാർത്തയെ കുറിച്ചാണോ? ആ മഹത്തായ വാർത്തയെ കുറിച്ചോ? അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, എങ്ങനത്തെ വാർത്തയാണ്? അവർ അതിൽ തർക്കിക്കുന്നവരാണ്, ഏകാഭിപ്രായക്കാരല്ല, ഭിന്നാഭിപ്രായക്കാരാണ്. എങ്കിൽ കല്ലാ, അങ്ങനെ വേണ്ട, അങ്ങനെ സംശയിപ്പിക്കേണ്ടതില്ല, പരസ്പരം ചോദിച്ച് സന്ദേഹിക്കേണ്ടതില്ല. സയഅലമൂൻ, ശേഷം അവരറിയും. സുമ്മ കല്ലാ സയഅലമൂൻ, അതെ, പിന്നീട് ശേഷം അവരറിയുക തന്നെ ചെയ്യും. അല്ലാഹു ചോദിക്കുന്നു, അലം നജ്അലിൽ അർള മിഹാദാ, ഞാൻ നിങ്ങൾക്ക് ഭൂമിയെ തൊട്ടിലാക്കി നൽകിയിട്ടില്ലേ? വൽ ജിബാല ഔതാദാ, പർവ്വതങ്ങളെ ആണിയാക്കി നൽകിയില്ലേ? വഖലഖ്നാകും അസ്വാജാ, നിങ്ങൾ നാം ഇണകളായി പടച്ചില്ലേ? വജഅൽനാ നൗമകും സുബാതാ, നിങ്ങൾ ഉറക്കിനെ നാം നിങ്ങൾക്ക് വളരെ വിശ്രമമാക്കി നൽകിയില്ലേ? വജഅൽന ലൈല ലിബാസാ വജഅൽന ലൈല ലിബാസാ, രാവിലെ നിങ്ങൾക്ക് നാം വസ്ത്രമാക്കിയില്ലേ, വസ്ത്രമാക്കി നൽകിയില്ലേ? വജഅൽന നഹാറ മആശാ, പകലിനെ നാം നിങ്ങൾക്ക് ജീവസന്ധാരണത്തുള്ള സമയമാക്കി നൽകിയില്ലേ? വബനൈനാ ഫൗഖക്കും സബ്അൻ ശിദാദാ, ബനൈനാ, നമ്മൾ നിർമ്മിച്ചില്ലേ, ഫൗഖക്കും നിങ്ങൾക്ക് മുകളിൽ സബ്അൻ ശിദാദാ, നല്ല ഗാഢമായ, നല്ല പവർഫുള്ളായ 7 ആകാശങ്ങൾ നാം പടുത്തില്ലേ? വജഅൽനാ സിറാജൻ വഹാജാ, വജഅൽനാ, നമ്മളാക്കിയില്ലേ, സിറാജൻ, ആ വിളക്കിനെ, വഹാജ, കത്തിത്തിളങ്ങുന്നതായ വിളക്കിനെ, അഥവാ സൂര്യനെ നാം ആക്കി വെച്ചില്ലേ? വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ, വഅൻസൽനാ, നാം ഇറക്കിയില്ലേ, മിനൽ മുഅ്സിറാത്തി, മേഘങ്ങളിൽ നിന്ന്, മാഅൻ സജ്ജാജാ, കുത്തിച്ചൊരിയുന്ന വെള്ളത്തെ നാം ഇറക്കിയില്ലേ? എന്തിനാണ്? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതൻ വജന്നാത്തിൻ അൽഫാഫാ, ലിനുഖ്രിജ ബിഹി, ആ വെള്ളത്തിലൂടെ നാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഹബ്ബൻ, ധാന്യങ്ങളെയും, വനബാതൻ, സസ്യങ്ങളെയും, വജന്നാത്തിൻ അൽഫാഫാ, ഇടതൂർന്നു നിൽക്കുന്ന വനങ്ങളെയും തോട്ടങ്ങളെയും കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ സംവിധാനിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം എടുത്തു പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ സംഭവിപ്പിക്കുന്ന അള്ളാഹുവിനുണ്ടോ ഖിയാമത്ത് നാൾ വരുത്താൻ? അള്ളാഹുവിനുണ്ടോ പുനർജന്മം വരുത്താൻ? നല്ല ഒരു പ്രയാസവും ഇല്ലല്ലോ. അതുകൊണ്ട് ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ, നിശ്ചയമായ ഫസ്ലിന്റെ ദിനം, ആ വേർതിരിവിന്റെ, വിഭജനത്തിന്റെ ദിനം, അത് കാന മീഖാതാ, സമയനിർണിതമായതാണ്, അത് നിർണയിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ എന്താ അതിന്റെ തീരുമാനമുണ്ട്, എന്ന് വരണം, എന്ന് സംഭവിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ കറക്റ്റ് അതിന്റെ അറിവുണ്ട്. അപ്പോ ആ ഫസ്ലിന്റെ ദിനം, വിവേചന ദിനം, നല്ലവരെയും ചീത്തവരെയും വേർതിരിക്കുന്ന ആ വേർതിരിവിന്റെ ദിനം, അത് സമയം നിർണയിക്കപ്പെട്ടതാണ്. ഏതാണ് ആ ദിവസം? ഒരു ദിനം, ഊതപ്പെടും, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ദിനം. അങ്ങനെ ഊതപ്പെടുമ്പോഴോ, നിങ്ങൾ വരും, അഫ്വാജ, സംഘമായി, അഹ്ശറമുറ്റത്തേക്ക് നിങ്ങൾ സംഘമായിട്ടാണ് വരിക. മാത്രമല്ല, അന്ന് സംഭവിക്കുന്ന പ്രത്യേകത, തുറക്കപ്പെട്ടു പോയ സമാവ്, ആകാശങ്ങൾ ചിന്ന ഭിന്നമാകുകയാണ്. ആ ആകാശങ്ങൾ വാതിലുകളായി മാറുന്നു. ധാരാളം വാതിലുകൾ, ആകാശങ്ങൾ രൂപപ്പെടുകയാണ്. ഒരുപാട് വാതിലുള്ള സ്ഥലമായി ആകാശങ്ങൾ മാറുകയാണ്. ആകാശങ്ങൾ വാതിലുകളായി മാറുന്നു. നടത്തപ്പെടുന്നു അൽ ജിബാൽ, പർവ്വതങ്ങളെ, പർവ്വതം നിന്ന സ്ഥാനത്ത് നിന്ന് അതിനെ നടത്തുകയാണ്, അതിനെ ഓടിക്കുകയാണ്. ഫകാലത്ത് സറാബ, അങ്ങനെ ആ പർവ്വതങ്ങൾ ഒരു മരീചികയായി, ഒരു കാലജലം പോലെ ഒരു മരീചികയായി അനുഭവപ്പെടുകയാണ്. അങ്ങനത്തെ ദിവസം വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന തഫ്സീർ നമ്മൾ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ ഇന്ന യൗമുൽ ഫസ്ൽ പറഞ്ഞില്ലേ നമ്മള്? അതാ, ഇന്ന യൗമുൽ ഫസ്ലി കാന മീഖാത, കാണുന്നുണ്ടോ? തഫ്സീർ ആണല്ലോ.
ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, അല്ലാഹ് പറയുകയാണത് ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, നിശ്ചയമായും ആ ഫസലിന്റെ ദിനം, സത്യാസത്യ വിവേചനത്തിന്റെ ദിനം, അത് കാന മീഖാത, സമയം നിർണ്ണയിക്കപ്പെട്ടതാ. യഖൂലു തആല യഖൂലു തആല ദക്കറഹു ഇന്ന യൗമ ഫസ് ഇന്ന യൗമൻ യഫ്സുലുല്ലാഹു ഫീ ബൈന ഖൽഖി, അള്ളാഹു പടപ്പുകൾക്കിടയിൽ വേർതിരിവ് നടത്തുന്ന, ആരാണ് നല്ലവർ ആരാണ് ചീത്തവർ ഇവർ ഇങ്ങനെ വേർതിരിക്കുന്ന ഒരു ദിനം. ആ ദിനം അത് കാന മീഖാത്ത, അത് സമയം നിർണ്ണയിക്കപ്പെട്ടതാണ്. ഒരു സംശയമൊന്നിന് വേണ്ട, ശരിയായ ടൈമുണ്ട്. അള്ളാഹു ജല്ല ജലാലു അവനെ അറിയുന്നവനാണ്. അവിടെ അള്ളാഹനെ പറയാണ് ഏതാണ് ദിനം? യൗമ യുൻഫഖു ഫിസ്സൂർ. ആ സത്യാസത്യ വിവേചനം എന്നാൽ അത് യൗമ ഒരു ദിനമാണ്. യുൻഫഖു ഊതപ്പെടും, ഊതപ്പെടും ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ. സൂർ എന്നാൽ എന്താണ്? രണ്ട് അഭിപ്രായമുണ്ട്. പ്രബലാഭിപ്രായം ഇതാണ്, സൂർ എന്നൊരു കാഹളം, ഒരു വലിയ കാഹളം. അതിന്റെ വലിപ്പം നമുക്കറിയില്ല. അപാരമായ ഒരു കാഹളമുണ്ട്. ആ കാഹളത്തിൽ ഊതാൻ വേണ്ടി ഇസ്രാഫിൽ അലൈഹി ഇസ്ലാം എന്ന മലക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സൂറ സൂർ അബ്ദുല്ലാഹി അംർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അസ്സൂറു, സൂർ എന്നാൽ ഖർൻ, ഒരു കാഹളമാണ്, ഒരു കൊമ്പാണ്, ഒരു വലിയ കൊമ്പാണ്. അതിനാണ് സൂർ എന്ന് പറയുക. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ സൂർ, കാഹളമുണ്ട്. ആ കാഹളവും പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലൈഹി ഇസ്ലാം കാത്തു നിൽക്കുകയാണ് കൽപ്പനയ്ക്ക് വേണ്ടി. ആ സൂറിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലൈഹി ഇസ്ലാം ഊതുമ്പോൾ, ഇപ്പൊ ഇവിടെ പറഞ്ഞ ഊതല് രണ്ടാമത്തെ ഊത്തിനെ കുറിച്ച്. ഒന്നാമത്തെ ഊത്തുണ്ട്, ആ ഊത്തിൽ എല്ലാവരും, ലോകത്തെ എല്ലാവരും മരണപ്പെടും. ലോകത്തെ എല്ലാവരും നശിക്കും, എല്ലാവരും നശിക്കും. അതിനുശേഷം പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായി ഉദിക്കുന്ന ഊതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അഥവാ എല്ലാവരെയും എഴുന്നേറ്റ് വരാൻ വേണ്ടി, എല്ലാവരെയും അള്ളാഹു തആല ഹയാത്താക്കാൻ വേണ്ടിയുള്ള ഊത്, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. യൗമ യുൻഫഖു ഫിസ്സൂർ, സൂർ എന്ന കാലത്ത് ഊതപ്പെടുന്ന ദിനം. അങ്ങനെ ഊതപ്പെടുമ്പോഴോ എന്താ സംഭവിക്കുക? ഫതഊതൂന, നിങ്ങൾ വരും, നിങ്ങൾ എല്ലാവരും വരും, അഫ്വാജ, സംഘമായി. അതാ ഖാലിബിൻ ജരീർ യഅനി തഅതി കുല്ലു ഉമ്മത്തി മഅ റസൂലി, ഓരോ സമൂഹവും അവരവരുടെ റസൂലിനോടൊപ്പം വരിക. എല്ലാ സംഘവും, എല്ലാ വിഭാഗവും അതാത് പ്രവാചകന്മാരെ പിന്നാലെ ഇങ്ങനെ വരുന്ന രംഗം അന്നുണ്ടാകും. അതാ അള്ളാഹു സൂറത്തിൽ പറഞ്ഞു, യൗമ യദ്ഉ കുല്ലു ഉനാസിൻ ബിഇമാമിഹിം, എല്ലാ ജനങ്ങളെയും അവരുടെ ഇമാമാരുടെ നേതാവിനോടൊപ്പം ക്ഷണിക്കപ്പെടുന്ന ദിവസം. അതേതാണ്? അങ്ങനെ ആ ഖിയാമത്ത് നാൾ. ആ ഖിയാമത്ത് നാൾ ഓരോ പ്രവാചകന്മാർ അവരവരെ സമൂഹമായിട്ട് വരുന്ന ആ ദിവസമാണ് ആ ദിവസം. അങ്ങനെ നിങ്ങളൊക്കെ ആ മഹ്ശറ മുറ്റത്തേക്ക് ഇങ്ങനെ സംഘമായി വരും. അതാ എല്ലാ തഫ്സീലും കാണാം. ഖാലൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സൂറ എന്ന കാലത്ത് അതെ, ഊതപ്പെടുന്ന യൗമ. ആ ഖുർആനാണ് ഡിസ്പ്ലേ ആണ് കേട്ടാ, തഫ്സീറല്ല. അത് ശരി, തഫ്സീർ കാണുന്നില്ല. ഇല്ല, ഖുർആനാണ് കാണുന്നത്. ആ ഖുർആനാണ് ഞാൻ ആ ഇത്. ആ ഓക്കെ, ഇപ്പോഴോ? ആ, ഓ ശരി. ആ അപ്പോ നബി സല്ലല്ലാഹു അലൈഹി ഓക്കെ വസല്ലം ഓക്കെ. അവിടുന്ന് പറഞ്ഞു, സൂർ എന്നാൽ കർണാണ്, ഈ കാഹളമാണ്. وقال البخاري, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യൗമ യുൻഫഖു ഫിസ്സൂർ, സൂർ എന്ന കാഹളത്ത് ഊതപ്പെടുന്ന ദിനം. ഫതഅതൂന അഫ്വാജ, അപ്പൊ നിങ്ങളിങ്ങനെ സംഘമായി വരും എന്ന് പറഞ്ഞു. ആ ആയത്തിനെ കുറിച്ച് حدثنا محمد أبو معاوية عن الأعمش عن أبي صالح عن أبي هريرة رضي الله عنه. أبو هريرة പറയാണ്, قال رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന നഫ്ഖതൈൻ അർബഊൻ, രണ്ട് ഊത്തിന്റെ ഇടയിൽ 40 ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് ഇസ്ലാം അലൈഹി ഇസ്ലാമിന്റെ ഒരു ഊത്ത്, ആ ഊതൽ കഴിഞ്ഞ് ഒന്നാമത്തെ ഊത്തിനാണ് എല്ലാവരും നശിക്കുക. നശിച്ചേഷം പിന്നെ രണ്ടാമതാണ് എല്ലാവരും ഹയാത്താക്കാൻ വേണ്ടി ഊതുക. അങ്ങനെ എല്ലാവരും ഹയാത്താക്കാൻ വേണ്ടി ഊതിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ പറഞ്ഞു, ഖുർആനിൽ പറഞ്ഞത്. കാരണം പറഞ്ഞല്ലോ, അങ്ങനെ ഊതുമ്പോൾ നിങ്ങളെല്ലാവരും സംഘമായിട്ട് വരുമെന്ന് പറഞ്ഞു. സംഘമായിട്ട് വരുന്ന എല്ലാവരും എഴുന്നേറ്റ്. അപ്പൊ ഈ പറഞ്ഞ രണ്ടാമത്തെ ഊത്ത്, ഈ രണ്ട് ഊത്തുകൾക്കിടയിലുള്ള കാലയളവ് എത്രയാണ്? നബി സല്ലല്ലാഹു പറഞ്ഞ 40 എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട അബൂ റളിയല്ലാഹു പറഞ്ഞു. അപ്പൊ ഖാലു, അബൂ റളിയല്ലാഹു ഇത് പറയുമ്പോ കേട്ട ആൾക്കാർ, 40 യൗമൻ, 40 ദിവസമാണോ? അപ്പൊ ഖാല, അപ്പൊ അബൂ റളിയല്ലാഹു പറയാം, റാബി അബൂ റളിയല്ലാഹു അബീത്, ഞാൻ ഒന്നും പറഞ്ഞില്ല, വിസമ്മതിച്ചു. നബി സല്ലല്ലാഹു പറഞ്ഞു, 40 ദിവസമാണോ, 40 മാസമാണോ, 40 വർഷമാണോ അറിയില്ല. അപ്പൊ അറിയാത്തത് കൊണ്ട് തന്നെ റാവിയെ അബൂഹുറൈറ പറയാണ്, അബൈത്തു, ഞാൻ അതിന് മറുപടി പറയാൻ വിസമ്മതിച്ചു, ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. 40 എന്ന് പറഞ്ഞപ്പോ അവര് ചോദിച്ചു, 40 ദിവസമാണോ? ഞാൻ ഒന്നും മിണ്ടിയില്ല. പാലു, അപ്പൊ പിന്നെ അവര് ചോദിച്ചു, അർബഊന ഷഹ്റ, 40 മാസമാണോ? പാല, അപ്പോഴും അബൂഹുറൈറ പറയുന്നത്, അബൈത്തു, എനിക്ക് മറുപടി പറയാൻ അറിയില്ല, ഞാൻ വിസമ്മതിച്ചു. പാലു, അവര് ചോദിച്ചു, അർബഊന സന, ഇനി 40 കൊല്ലാണോ?
അപ്പോഴവർ അബൈത്തു, ഞാൻ പറയാൻ കൂട്ടാക്കിയില്ല, എനിക്കതിനെ കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാകാം. എന്തായാലും അബൂ റളിയല്ലാഹു അൻഹു 40 എന്ന് പറഞ്ഞു. 40 നബി സല്ലല്ലാഹു പഠിപ്പിച്ച ഈ 2 ഊത്തിനിടയിലുള്ള കാലം. പിന്നെയോ പിന്നെ അവിടെ പിന്നീട് 40 കൊല്ലം കഴിഞ്ഞാൽ 40 എത്രയാണോ ഈ പറയുന്ന 40, ആ 40ന്റെ അളവ് അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കും മിനസ്സമായി, ആകാശഭാഗത്ത് നിന്ന് പ്രത്യേകമായ വെള്ളത്തെ. അള്ളാഹു ആകാശത്തിന് വെള്ളത്തെ ഇറക്കും. ഫയംബുത്തൂൻ, അങ്ങനെ ആ വെള്ളത്തെ ഇറക്കുമ്പോഴാണ് ഫയംബുത്തൂൻ മുളയ്ക്കും. കമാ എമ്പുത്തുൽ ബഖിൽ, പുല്ല് മുളയ്ക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിച്ചുപോയ മനുഷ്യന്മാർ ആരെല്ലാം ഉണ്ടോ, ജീവിച്ച് മരണപ്പെട്ട മനുഷ്യന്മാരുണ്ടോ, ആ മനുഷ്യന്മാരെല്ലാവരും, എല്ലാ ജീവികളും മുളയ്ക്കും. ഏതുപോലെ പുല്ല് മുളയ്ക്കുന്ന പോലെ. അതെങ്ങനെ മുളയ്ക്കുക? ലൈസമിൻ ഇൻസാനി ഷൈഉൻ ഇല്ലാ യുബ്ല, മനുഷ്യന്റെ മുഴുവൻ ഭാഗം നശിച്ചു പോകും. ഇല്ല അളുമൻ വാഹിദ, ഒരു ചെറിയ എല്ലൊഴികെ, ഒരു ചെറിയ എല്ലൊഴികെ ബാക്കി എല്ലാം നശിച്ചിട്ടുണ്ടാകും. വഹുവ, ആ ഭാഗം, ആ ചെറിയ എല്ല അജബുദ്ധനം, അജബുദ്ധനം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ചെറിയൊരു മൃദുലമായ നട്ടലിന്റെ ചെറിയ ഭാഗം, അത് വളരെ സൂക്ഷ്മമായ ലത്തീഫായ ഒരു ഭാഗമാണ്. അതുണ്ടാകും, അതല്ലാത്ത ബാക്കിയെല്ലാം നശിക്കും. വമിൻഹു, അതിൽ നിന്നാണ് യുറക്കബുൽ ഖൽഖ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൃഷ്ടികളെ വീണ്ടും തർക്കീബാക്കുക, വീണ്ടും പടക്കപ്പെടുക, ആ ഒരു സാധനത്തിൽ നിന്നാണ്. അപ്പൊ ഏത് മനുഷ്യൻ മരിച്ച് മണ്ണടിഞ്ഞു പോയാലും അവന്റെ ഒരു അജബുദ്ധനബ് ഭൂമിയിൽ ബാക്കിയുണ്ടാകും. അതിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ ഊത്തിന് രണ്ടാമത്തെ ഊണിൽ 40 ദിനം അല്ലെങ്കിൽ 40 കൊല്ലം അല്ലെങ്കിൽ 40 മാസം ഈ ഒരു കാലയളവ് ഉണ്ടാവും. അപ്പൊ ഈ കാലയളവിന് ശേഷമാണ് രണ്ടാമത്തെ ഊത്തുണ്ടാവുക. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് വരുമെന്നാണ്. അപ്പൊ ഈ ഹദീസ് ഈ ഹദീസ് തഫ്സീർ പറയുമ്പോൾ തഫ്സീറിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും കാണാം. ഇമാം റാസി, ഇമാം ഖുർത്തുബി എല്ലാവരും ഉദ്ധരിച്ചു. മിൻ ഹദീസ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖുൽതു, മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ യൗമ യുൻഫഖു ഫിസ്സൂർ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മഹാനായ പ്രവാചകരെ, അറഅയ്ത ഖൗലല്ലാഹ്, അല്ലാഹുവിന്റെ വാക്യം ഒന്ന് പറഞ്ഞു തരുമോ, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ എന്ന് പറഞ്ഞ ആ വാക്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? സൂറന്നൊക്കെ ആളത്ത് ഊതപ്പെടുന്നതാണ്. ഊതപ്പെടുമ്പോൾ നിങ്ങളെല്ലാം സംഘമായി വരുമെന്ന് പറഞ്ഞല്ലോ, ആയത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു പറയാണ്, യാ മുആദ് ബിൻ ജബൽ ലഖദ് സഅൽത അൻ അംരിൻ നദീം, ഓ മുആദേ, നീ ചോദിച്ചു വളരെയധികം ഗൗരവതരമായ ഒരു കാര്യമാണ്, വളരെ വലിയ മഹത്തായ ഒരു കാര്യമാണ് നീ ചോദിച്ചത് എന്ന് പറഞ്ഞ് സുമ്മ അറസലായനെ ഈ ബാക്കിയ, പിന്നെ നബി സല്ലല്ലാഹു അവിടുത്തെ അവിടുന്ന് കണ്ണുകളിൽ നിന്ന് കണ്ണീര് വന്നു. ഖിയാമത്ത് നാളിലെ ആ ഭയവിഹുലമായ ഭീതിതമായ രംഗത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അവിടുന്ന് കരഞ്ഞു. അത് അറസലായനെ ബാക്കിയ, കണ്ണിനെ കരയുന്നതായി വിട്ടു എന്ന് വെച്ചാൽ നബി തങ്ങളുടെ കണ്ണൊഴുകി. ആ സംഭവം പറയുമ്പോൾ സുമ്മഖാല, പിന്നെ അവിടുന്ന് പറഞ്ഞു, ഹാജരാക്കപ്പെടും 10 സിൻഫുകളെ, 10 വിഭാഗം ആൾക്കാരെ, മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന്, അഷ്താത്ത, അവരെ പ്രത്യേകം ഭിന്നമായി, ബാക്കിയുള്ളവരിൽ നിന്ന് ഭിന്നരായിട്ട് ഒറ്റപ്പെട്ടവരായിട്ട് ഒരു 10ഓളം വിഭാഗത്തെ ആൾക്കാര് എന്റെ സമുദായത്തിൽ നാളെ അങ്ങനെ ഹാജരാക്കപ്പെടുന്നതാണ്. അത് മയ്യദഹുമുല്ലാഹു തആല മിൻ ജമാഅത്തിൽ മുസ്ലിമീൻ, അതേ മുസ്ലിമീങ്ങളുടെ സംഘത്തിൽ നിന്ന് അവരെ അള്ളാഹു വേർതിരിച്ചിരിക്കുന്നു, അവരെ അള്ളാഹു വ്യതിരിക്തരാക്കിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹു പ്രത്യേകക്കാരാക്കി ഒരു 10ഓളം വിഭാഗത്തിനാണ് മഹ്ശറമുറ്റത്ത് കൊണ്ടുവരുന്നതാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ബുദ്ധിരസുവറും, അവരുടെ കോലങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. നിയമനാളിൽ എത്തുമ്പോൾ ആ മനുഷ്യന്മാരെ കോലം മാറ്റപ്പെട്ടവരാണ്, അവർ ശരിക്കും മനുഷ്യന്മാരല്ല. ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു പറയാണ്, മിന്നും, അവരുടെ കൂട്ടത്തിലുണ്ട്, അലാ സൂറത്തിൽ ഖിറദത്തി, കൊരങ്ങന്മാർ രൂപത്തിലുണ്ട് ആൾക്കാര്. അവരുടെ കൂട്ടത്തിൽ 10ഓളം വിഭാഗത്തിൽ അവരുടെ കൂട്ടത്തിൽ കൊരങ്ങന്മാരുണ്ട്, കൊരങ്ങൻ രൂപത്തിലുള്ളവരുണ്ട്. വബഅദുഹും അലാ സൂറത്തിൽ ഖനാസീരി, ചിലര് പന്നികളുടെ രൂപത്തിലാണ്. വബഅദുഹും മുനക്കസൂൻ, അവരുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ തല കീഴ്മറിഞ്ഞവരാണ്, കീഴ്ക്കാൻ തൂക്കായവരാണ്. അഥവാ അർജുലുഹും അലാഹും, അവരെ കാല് മേലെയാണ്. വജൂഹും യുസ്ഹബൂന അലൈഹാ, അവരുടെ മുഖം എങ്ങനെയുണ്ട്? കുത്തിവലിക്കപ്പെടുന്നുണ്ട്. എങ്ങനെ?
ചിലരെന്താണ് കാൽഭാഗം മുകളിലായി തല താഴ്ഭാഗത്തായിട്ട് മുഖം താഴെയൂടെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു കൂട്ടം ആൾക്കാർ കൂട്ടത്തിനുണ്ട്. അതുപോലെ ബാദുഹും അവരിൽ ചില ആൾക്കാർ അന്ധന്മാരാണ്. അവിടെ ഖിയാമത്ത് നാളെത്തുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചയില്ല. യതറദ്ദദൂൻ അതാ ബാദുഹും അവരെ കൂടെ ചില ആൾക്കാർ അന്ധന്മാരാണ്. യതറദ്ദദൂന അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കാണാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മടങ്ങുന്നവരാണ്. അതുപോലെ ബാദുഹും സുമ്മുൻ ബുക്കുമുൻ ചിലരെന്താണ് ബദിരന്മാരാണ്, നാപ്പൊട്ടന്മാരാണ്. ലാ യഖിലൂൻ അവർക്ക് ഒന്നും ചിന്തിക്കാനോ പറയാനോ കഴിയാത്ത ആ രീതിയിൽ പൊട്ടന്മാരായിട്ടാണ് ചിലരുള്ളത്. അവരെ കൂട്ടത്തിൽ ചില ആൾക്കാർ അവരെ നാവുകളെ കടിച്ചിറക്കിക്കൊണ്ടാണ് അവർ വരുന്നത്. അവരുടെ നാവുകളെ അവര് ചവച്ചുകൊണ്ടാണ് വരുന്നത്. സുദൂരിഹിം മാത്രമല്ല ചില അവരുടെ നെഞ്ചകങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സീൽ പ്രത്യേകമായ അടയാളം നൽകപ്പെട്ടിട്ടുണ്ട്. യസീൽ ഖൈഹു മിൻ അഫ്വാഹിഹിം ലിആബാ യസീൽ ഖൈഹു ചലമൊഴുകുന്നു മിൻ അഫ്വാഹിഹിം അവരുടെ വായകളിൽ നിന്ന് ലിആബാ അത് വായിൽ നിന്ന് ഒഴിക്കുന്ന നീരുകളായി അങ്ങനെ പ്രത്യേകമായ ചലമൊഴുകുന്നുണ്ട്. യതഖദ്ദറുഹും അഹ്ലുൽ ജംഇ അവിടെ ഒരുമിച്ച് കൂടുന്ന ആൾക്കാരെല്ലാം ആ നാറ്റത്തെ വെറുക്കും. എല്ലാവർക്കും മ്ലേച്ഛമായി തോന്നുന്ന പ്രത്യേകമായ ദ്രാവകം ഒഴുകുന്ന നിലയിലാണ് അവർ വരുന്നത്. അതുപോലെ ബഅദുഹും മുഖത്തഅത്തുൻ ഐദീഹിം അർജുലുഹും ചില ആൾക്കാർ കൈകാലുകൾ ഛേദിക്കപ്പെട്ടവരാണ്. ചില ആൾക്കാർ കൈകാലുകൾ ഇല്ലാത്തവരാണ്. ബഅദുഹും മുസല്ലബൂന അലാ ജുദൂഇൻ മിനൻ നാർ ചിലർ മുസല്ലബൂന അവരെ കുരിശേറ്റപ്പെട്ടവരാണ്. അലാ ജുദൂഇൻ നാർ തീനാനുള്ള ദണ്ടുകൾ തീനാനുള്ള കഷ്ണങ്ങൾ പീസുകളിൽ അവരെ കുരിശ് ഏറ്റപ്പെട്ടവരാണ്. അവർ ഓൾറെഡി എന്ത് ചെയ്യുക അവരെ തറച്ചവരാണ്. എന്തിൽ തറച്ചവരാണ്? തീനാനുള്ള കുറെ ദണ്ടുകളിൽ. എന്നാൽ അവരിൽ ചില ആൾക്കാർ ചത്ത് ചീഞ്ഞ് കിടക്കുന്ന ശവത്തിനേക്കാൾ നാറ്റമാണ് അവർക്കുള്ളത്. ചില ആൾക്കാർ വരുമ്പോ അവർക്ക് അല്ലാത്ത ദുർഗന്ധമാണ്. എന്തിനേക്കാൾ? മിനൽ ജീഫ് ചത്ത ശവത്തിനേക്കാൾ ഗന്ധമാണ് അവർക്ക്. وبعضهم അവരിൽ ചില ആൾക്കാർ മുലബസൂന ജലാബീബ് അവർക്ക് ജലാബീബുകൾ അവർക്ക് ചിലടത്ത് ജുബാബെന്ന കുപ്പായങ്ങളിൽ മേലങ്കികൾ എന്തിയാ ധരിപ്പിക്കപ്പെട്ടവരാണ്. എങ്ങനത്തെ അങ്കികളാണ്? സാബിഗത്തുൽ ഖത്റാൻ ചെമ്പിനാൽ മൂശ പിടിപ്പിക്കപ്പെട്ട ചില കുപ്പായങ്ങൾ ധരിപ്പിക്കപ്പെട്ടവരാണ്. ജുലൂദിഹിം അത് അവരെ തൊലികളോട് ഒട്ടിച്ചേർന്ന് കിടക്കുകയാണ്. തൊലികളോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ചെമ്പിനാൽ മൂശ വെക്കപ്പെട്ട ചില പ്രത്യേകമായ ജിൽബാബുകൾ ധരിച്ചുകൊണ്ടാണ് ചിലരെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ കുറെ രൂപത്തിൽ ഒരു 10ഓളം വിഭാഗം ആൾക്കാരെ പ്രത്യേകക്കാരായി കൊണ്ടുവരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഫഅമ്മല്ലദീന സൂറത്തുൽ ഖിറദ അതേ കൊരങ്ങന്മാർ രൂപത്തിലുള്ള ആൾക്കാർ അവരുടെ പ്രശ്നം എന്താണെന്നറിയോ? അവർ ജനങ്ങളുടെ കൂട്ടത്തിലെ ഏഷണിക്കാരാണ്. ദുനിയാവിൽ ഏഷണി പറഞ്ഞു നടക്കുന്ന ആൾക്കാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊരങ്ങന്മാർ രൂപത്തിൽ ആഖിറത്തിൽ കൊണ്ടുവരുന്നത്. സൂറത്തുൽ ഖനാസീർ പന്നികൾ രൂപത്തിൽ അല്ലാഹു കൊണ്ടുവരുന്നവർ അവര് സുഹത്ത് വൽ ഹറാമി വൽ മുക്സി അഥവാ ചുങ്കം പിരിച്ചുകൊണ്ട് അതുപോലെ ഹറാമായ തെറ്റായ അല്ലാഹു തആല വെറുക്കാത്ത കാര്യങ്ങൾ അത് പിരിച്ച് ജീവിച്ച് കഴിച്ചവരാണ്. ചുങ്കം അതുപോലെ തന്നെ പിന്നെ ഇല്ലാത്ത നികുതിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതിൻ്റെയൊക്കെ അഹരികാരായി ജീവിച്ചവരാണ്. വഅമ്മൽ മുനക്കസൂന റൂസുഹും വുജൂഹും എന്നാൽ തല കീഴ്ക്കാൻ തൂക്കാക്കപ്പെട്ട ആൾക്കാർ ഫാക്കിലത്തു റിബ ഒരു പലിശ തിന്നവരാണ്. അന്ധന്മാരായി വരുന്നവർ മയ്യജൂറു ഫിൽ ഹുക്മി വിധിപ്രസ്താവങ്ങൾ അക്രമം ചെയ്തു പോയവരാണ്. ലോകത്ത് ദുനിയാവിൽ ജീവിക്കുമ്പോൾ വിധി നടത്തുമ്പോൾ ജഡ്ജ്മെന്റ് നടത്തുമ്പോൾ ആ ജഡ്ജ്മെന്റിൽ അത് കോടതി ജഡ്ജാകണമെന്നില്ല, നാട്ടിലെ ജഡ്ജായാലും മതി, വീട്ടിലെ ജഡ്ജായാലും മതി. അങ്ങനെ എവിടെയാണെങ്കിലും ജഡ്ജ്മെന്റ് നടത്തുമ്പോൾ അക്രമം നടത്തിപ്പോയ അതിക്രമികളായ ആൾക്കാർ അവർ നാളെ വരുന്ന അന്ധന്മാരായിട്ടാണ്.
വസുമ്മുൽ ബുക്മു അന്ധനും അതുപോലെ തന്നെ ബദിരനും നാപ്പട്ടനുമായവൻ അല്ലദീന യുഅ്ജിബൂന ബിഅമാലിഹിം, അതെ അവരുടെ കർമ്മങ്ങളെ കൊണ്ട് ഉൾനാട്ടം ഉണ്ടായിരുന്ന ആൾക്കാർ. ഞാൻ തിരക്കേടില്ല, ഞാനെല്ലാം ഓക്കെയാണ്, ഞാൻ മെച്ചപ്പെട്ടവനാണ്, മറ്റുള്ളവർ എൻ്റെ അത്രയും വരൂല എന്ന് ഉൾനാട്യം ഉണ്ടായിരുന്ന ആൾക്കാർ, അവരാണ് നാളെ ബദിരന്മാരും നാപ്പട്ടന്മാരുമായിട്ട് ഖിയാമത്ത് നാൾ വരിക. വല്ലദീന യംലഊന അൽസിനതഹും, അതുപോലെ നാവ് ചവച്ചുകൊണ്ട് അവനവന്റെ നാവിനെ ചവച്ചു കൊണ്ടുവരുന്നവർ അവർ ഫൽ ഉലമാ വൽ ഖസ്സാസ്, പണ്ഡിതന്മാരും അതുപോലെ വാദ് പറയുന്നവരാണ്, കഥ പറയുന്നവർ, ചരിത്രാഖ്യാനം നടത്തുന്ന ആൾക്കാർ. അല്ലദീന യുഖാലിഫു ഖൗലുഹും ഫിഅലഹും, അവരുടെ വാക്ക് പ്രവൃത്തിയോട് എതിരാകും. വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിക്കാത്ത പണ്ഡിതന്മാർ, വാദ് പറയുന്ന ആൾക്കാർ, അവരാണ് നാവും ചവച്ചുകൊണ്ട് നാളെ ആഖിറത്തിൽ വരികയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വൽ മുഖത്തഅതു ഐദീഹിം അർജുലുഹും, നാവും അതുപോലെ തന്നെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടവരായി വരുന്നവർ ഫല്ലദീന യൂദൂനൽ ജീറാൻ, അവർ അയൽവാസികളെ ദ്രോഹിക്കുന്നവരാണ്. കൈകാലുകൾ പൂർണ്ണമാകാതെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടവരായി വരുന്നവർ അവർ അയൽവാസികൾക്ക് ദ്രോഹം ചെയ്യുന്നവരാണ്. വൽ മുസല്ലമൂന അലാ ജുസൂഇൻ നാർ, തീക്കട്ടകളിൽ കുരിശേറ്റപ്പെട്ടവർ. ഫസ്സആത്ത് മിൻ നാസി ഇല സുൽത്താൻ, സുൽത്താനിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നവർ. എന്താ പറഞ്ഞത് മുറാദ്? അത് ഭരണാധികാരിയിലേക്ക് ജനങ്ങളെ അനാവശ്യമായി കൂട്ടിക്കൊടുക്കുന്നവർ, അല്ലെങ്കിൽ ഒറ്റുകൊടുക്കുന്നവർ എന്നൊക്കെ അർത്ഥം. എന്തായാലും ജനങ്ങൾക്കെതിരായി ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്നവർ എന്ന ഉദ്ദേശം. അങ്ങനത്തെ ആൾക്കാരാണ് അങ്ങനെ തീ കഷ്ണങ്ങളിൽ കുരിശേറ്റപ്പെടുന്നവർ. വല്ലദീനഹും അസദ്ദു നത്നം മിനൽ ജീഫ്, ശവത്തെക്കാൾ ദുർഗന്ധമുള്ള ആൾക്കാർ. അത് ഫല്ലദീന യതമത്തഊന ബിശ്ശഹവാതി വല്ലദ്ദാത്ത്, അതേ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവനവന്റെ രസങ്ങളും അവനവന്റെ ഇഷ്ടങ്ങളും അവനവന്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് എല്ലാ സുഖമെടുത്ത് ജീവിച്ച ആൾക്കാർ, ഈ ദുനിയാവിലെ എല്ലാ രസങ്ങളുടെയും സുഖങ്ങളുടെയും പിന്നാലെ പോയി ആർമാദിച്ചവർ. അതുപോലെ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുഖറായിനും മറ്റുമൊക്കെ വെച്ച അവരുടെ മുതലുകൾ, അവകാശങ്ങൾ കൊടുത്തു വിട്ടാത്ത ആൾക്കാർ, അവരാണ് ഖിയാമത്ത് നാൾ എത്തുമ്പോ ഏറ്റവും ദുർഗന്ധമുള്ളവരായി വരിക. അവരുടെ മുതലുകളിൽ നിന്ന് അവരെ ഹക്ക് കൊടുത്തു വിട്ടാത്ത ആൾക്കാരാണ്. വല്ലദീന യൽബസൂനൽ ജലാബീബ്, ഇങ്ങനെ ജിൽബാബുകൾ ധരിച്ചു വരുന്നവർ, ഈ പറഞ്ഞ പ്രത്യേകമായ ചെമ്പിനാൽ മൂശവെക്കപ്പെട്ട ജിൽബാബുകൾ ധരിച്ചു വരുന്ന ആൾക്കാർ. ഫഹുൽ കിബിരി വൽ ഫഖ്രി വൽ ഖുയലാ, അത് അഹന്തയുടെയും പത്രാസിന്റെയും ആൾക്കാർ. ദുനിയാവിൽ ജീവിക്കുമ്പോൾ വലിയ പ്രൗഢിയോടും അഹന്തയോടും അഹങ്കാരത്തോടും പത്രാസും കാണിച്ച് ജീവിച്ച ആൾക്കാർ, അവർക്കാണ് ഖിയാമത്ത് നാൾ വരുമ്പോ ഈ രീതിയിലുള്ള പ്രത്യേകമായ വസ്ത്രം നൽകപ്പെടുകയെന്ന്, അല്ലെങ്കിൽ ചെമ്പിനാൽ മൂശവാക്കപ്പെട്ട തൊലിയോട് ഒട്ടിക്കിടക്കുന്ന ആ വസ്ത്രം നൽകപ്പെടുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. മനസ്സിലായോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അപ്പൊ ഖിയാമത്ത് നാൾ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ സുഖമുള്ള വരവല്ല. ഈ രീതിയിൽ അവനവൻ ചെയ്തു കൂട്ടിയ തിന്മ എന്താണോ ആ തിന്മയ്ക്കനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും കോലമാറ്റം വരുത്തുന്നു. അങ്ങനെ കോലമാറ്റം വരുത്തി മൊത്തം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വേറിട്ടവരായിരിക്കാണ് അവരുടെ വരവ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖിയാമത്ത് നാളിലേക്ക് ജനങ്ങൾ വരുന്ന സംഘസംഘമായി വരുന്ന കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു ഇത്രയും ഗൗരവത്തിൽ നിന്നാണ് കാര്യം പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്. പ്രമുഖമായ എല്ലാ തഫ്സീറിലും എന്താണ് ആ തഫ്സീർ പ്രത്യേകം ഉദ്ധരിക്കുകയും ചെയ്യുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് മനുഷ്യന്മാരെ നാളെ ഖിയാമത്ത് നാളിൽ ഹാജരാക്കുക. പിന്നെന്ത് പറഞ്ഞു? പിന്നെ അല്ലാഹു തആല പറയുകയാണ് وفتحت السماء فكانت أبوابا وفتحت السماء ആകാശങ്ങൾ തുറക്കപ്പെട്ടു. ആകാശങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ ആകാശം പൊട്ടിക്കീറുകയാണ്. ആകാശങ്ങൾ പൊട്ടിക്കീറുമ്പോൾ ഫകാനത്ത് അബുവാബ, അത് വാതിലുകളായി തീരുകയാണ്. ആകാശം മുഴുക്ക വാതിലെന്ന് വെച്ചാൽ ആകാശം നിറച്ച് വാതിലുകൾ ഇങ്ങനെ രൂപപ്പെടുകയാണ്. അള്ളാഹുവിന്റെ മാലാഖമാർക്ക് ഇറങ്ങി വരാൻ പാകത്തിൽ ഇങ്ങനെ വാതിലുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ ആ ആകാശങ്ങൾ പൊട്ടിക്കീറുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പൊട്ടിക്കീറിയിട്ട് എന്തായി മാറുന്നു? അതൊക്കെ വാതിലുകളായി രൂപാന്തരപ്പെടുകയാണ്. മാത്രമല്ല ജിബാൽ, പർവ്വതങ്ങൾ നടത്തപ്പെടുക. സാറസീർ എന്ന് പറഞ്ഞാൽ നടക്കുക, പോവുക. നമ്മൾ പറയാം, നമ്മളെ അറബി ഇങ്ങനെ മലയാളം എപ്പോഴും കേൾക്കുക സീർ ടാക്സി വരുന്ന സീർ എന്ന് പറയും, പോ. അപ്പോ ചലിക്കുക, പോവുക എന്നൊക്കെയാ സാറസീർ അർത്ഥം. നടക്കുക എന്നത് സാറസീർ. അപ്പൊ സയ്യറ വെച്ചാൽ പോക്കുക, നടത്തപ്പെടുക. അപ്പൊ അള്ളാഹ് പറയാണ്, പർവ്വതങ്ങൾ ഇങ്ങനെ നല്ല ഗാഠമായി നിലനിന്നതാ ഭൂമിയിൽ. ഖിയാമത്ത് നാളാകുമ്പോ സുയ്യിറത്തിൽ ജിബാൽ, ആ പർവ്വതങ്ങൾ നടത്തപ്പെടുകയാണ്. പർവ്വതങ്ങളെ അത് സയ്യാറ ഈ ആൾക്കാരെ കൊണ്ടുപോകുന്ന ടാക്സി, അതിനെ സാറസീർ, സയ്യാറ്. അപ്പോ സുയ്യിറത്തിൽ ജിബാൽ, പർവ്വതങ്ങൾ നടത്തപ്പെടുന്നു. അങ്ങനെ ഫക്കാനത്ത്, ആ പർവ്വതങ്ങളായിത്തീരുന്നു സറാബ, ആ പർവ്വതങ്ങൾ തന്നെ ഒരു മരീചികയായി തീരുകയാണ്. അത് ആ പർവ്വതങ്ങൾ എന്താ, അവിടെ പർവ്വതങ്ങളുടെ സ്ഥാനത്ത് നോക്കിയ പർവ്വതം പോലെ തോന്നും, പക്ഷെ പർവ്വതങ്ങൾ അവിടെ ഇല്ല. അത് തന്നെ അള്ളാഹു വേറെ സ്ഥലത്ത് പറഞ്ഞു, വതറൽ ജിബാല തഹ്സബുഹാ ജാമിഅത്തൻ വഹിയ തമുറു മർറ സഹാബ്. അത് സൂറത്തുൽ നംലിൽ പറഞ്ഞതാ. അതേ ഖിയാമത്ത് നാളാകും പർവ്വതങ്ങളെ നീ ഇങ്ങനെ കാണും. ദൂരെ നിന്ന് കാണുമ്പോൾ തഹ്സബുഹാ ജാമിഅ, അതിങ്ങനെ ഉറച്ചു നിൽക്കുന്നതാണെങ്കിൽ തോന്നും. എന്നാൽ വഹിയ തമുറു മർറ സഹാബ്, മേഘങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ ആ പർവ്വതങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ പർവ്വതങ്ങൾ ഇങ്ങനെ പോവുകയാണ്, കാറ്റത്തിങ്ങനെ പോവുകയാണ്. ആ രീതിയിൽ നന്നായി മാറിത്തീരുന്നതാണ്. അപ്പൊ ഇവിടെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു രാജ ചർച്ച ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അല്ലാഹു തആല ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട പർവ്വതങ്ങളെ കുറിച്ച് പല പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അതാ വസീറത്തുൽ ജിബാൽ ഫകാന ഇലം, റാസിമാൻ പറയാണ്, ഇലം, നീ മനസ്സിലാക്കുക, അല്ലാഹു തആല ذكر في مواضع من كتابه, അവന്റെ ഗ്രന്ഥത്തിൽ പല സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു അഹ്വാല ഹാദിഹിൽ ജിബാൽ, ഈ പർവ്വതങ്ങളുടെ കാര്യം അലാ വുജൂഹി മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ രീതി പല നിലയ്ക്ക് അല്ലാഹു തആല പറഞ്ഞു. വയംകിനു ജംഉ ബൈനഹാ അൽ വജ്ഹി അല്ലദീ നഖൂലു, നമുക്ക് അതിനെ മുഴുവൻ ഇങ്ങനെ സംഗ്രഹിക്കാം. എന്താണ് അല്ലാഹു തആല ഖിയാമത്ത് നാൾ പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് വഹു അന്ന അവ്വല അഹ്വാലിഹാ, അതിന്റെ ആദ്യത്തെ അവസ്ഥ അൽ-ഇന്ദിക്കാഖ്. അല്ലാഹു തആല പറഞ്ഞു ഈ പർവ്വതങ്ങളൊക്കെ ഒന്ന് ക്രഷ് ചെയ്യും, പർവ്വതങ്ങളൊക്കെ അതിന് തകർക്കും. അതാണ് അല്ലാഹു പറഞ്ഞത് വഹുമലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കതാ ദക്കതം വാഹിദ, സൂറത്തുൽ അൽഹാഖ പറഞ്ഞു. ഈ ഭൂമിയെ വഹിക്കപ്പെടുന്നു, പർവ്വതങ്ങളെയും ദുഃഖത്തായി ഭൂമിയെയും പർവ്വതങ്ങളെയൊക്കെ അള്ളാഹു കൂട്ടിമുട്ടിക്കുന്നു, അതിനെ ക്രഷ് ചെയ്യുന്നു, തകർക്കുന്നു. തകർക്കുന്നു. ഇങ്ങനെ പരസ്പരം എന്ത് ചെയ്യുക, കൂട്ടിയിടിച്ച് തകരുന്ന രംഗമാണ് ഖുർആൻ പറഞ്ഞ പർവ്വതങ്ങളുടെ അവസ്ഥ, ആദ്യത്തെ അവസ്ഥ. വൽഹാനത്തു സാനിയ ലഹ, രണ്ടാമത്തെ അവസ്ഥ അന്തസീറ കൽഹിൽ മൻഫൂഷ്, അതേ ഈ പർവ്വതങ്ങൾ എന്താണ്, കടഞ്ഞെടുക്കപ്പെട്ട രോമങ്ങളെ പോലെ, കമ്പിളി രോമങ്ങളെ പോലായി മാറും. ഈ പർവ്വതങ്ങൾ, വലിയ ശക്തിവത്തായിരുന്ന പർവ്വതങ്ങൾ കടഞ്ഞെടുക്കപ്പെട്ട കമ്പിളി രോമങ്ങളെ പോലെ ആകും. അതാണ് നമ്മുടെ സൂറത്തുൽ ഖാരിയയിൽ വന്ന് യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽഹിനിൽ മൻഫൂഷ്. ആ ദിവസം അൽ ഖാരിയത്തു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. അതേ നാനാഭാഗത്തേക്കും ചിതറി ഓടുന്ന ഫറാസുകളെ പോലെ, പ്രാണികളെ പോലെ ആരായി മാറും, മനുഷ്യന്മാരായി മാറും, ഭയവിഹ്വലരായി. അല്ലാഹു പറയാം അന്ന് തകൂനുൽ ജിബാൽ, പർവ്വതങ്ങളായി മാറും. ഏതുപോലെ കൽഹിനിൽ മൻഫൂഷ്, പരത്തപ്പെട്ട, അതേ ഒന്നൊന്നായിട്ട് വേർപെടുത്തപ്പെട്ട കമ്പിളി രോമങ്ങളെ പോലെ ഈ പർവ്വതങ്ങളായി മാറും. അപ്പൊ അല്ലാഹു തആല അവിടെ പറഞ്ഞ പർവ്വതങ്ങളെ കമ്പിളി രോമങ്ങളെ പോലെ, കടഞ്ഞെടുക്കപ്പെട്ട കമ്പിളി രോമങ്ങളെ പോലെ ആയി മാറും. അത് രണ്ടാമത്തെ സ്റ്റേജാണ്.
പിന്നെ വൽ ഹാലത്തു സാനിയ സാലിസ മൂന്നാമത്തെ സ്റ്റേജ് അല്ലാഹു പറഞ്ഞു അന്തസീറ കൽ ഹബാ, ഈ പർവ്വതങ്ങളായി മാറും, കൽ ഹബാ, ഈ ധൂളികളെ പോലെയാകും. കൃഷിയും രോമങ്ങളെ കടഞ്ഞെടുക്കപ്പെട്ട രോമങ്ങളെ പോലെയായി മാറും. പിന്നെന്താണ്, ഈ പർവ്വതങ്ങൾ എന്തുപോലെ ആകുന്നുണ്ട്, ധൂളികളെ പോലെ പൊടികളായി മാറുന്നുണ്ട്. വദാലിക അന്ത തഖത്താവ തതബദ്ദദ ബഅദ അൻ കാനത് കൽഹിനിൻ, നേരത്തെ പറഞ്ഞ രോമങ്ങളെ പോലെ ആയ ശേഷം പിന്നീട് അല്ലാഹു തആല വീണ്ടും അതിനെ ആ പർവ്വതങ്ങളെ പൊടിച്ചിട്ട് ഏതുപോലെ വെറും ധൂളികളാക്കി മാറ്റുന്നുണ്ട്. അതാ അല്ലാഹ് പറഞ്ഞത് സൂറത്തുൽ വാഖിഅ, ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുംബസ്സാ, പരത്തപ്പെട്ട ധൂളികളായി മാറുകയാണ് പർവ്വതങ്ങൾ. പർവ്വതങ്ങൾ പരത്തപ്പെട്ട ധൂളികളെ പോലെയായി മാറുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഇനി നാലാമത്തെ സ്റ്റേജ് വൽഹാലത്തുൽ അറാബിഅ, നാലാമത്തെ സ്റ്റേജ് അൻ തുൻസഫ, ആ ധൂളികളെ പറത്തപ്പെടുകയാണ്. ആ ധൂളികളെ അല്ലാഹു തആല കാറ്റിൽ പറത്തുകയാണ്. കാറ്റത്ത് ധാന്യം പറത്തുന്ന പോലെ അല്ലാഹു പറത്തുകയാണ്. അതാ ലിഅന്നഹാ മാ ഹവാൽ മുതഖദ്ദിമ ഖാറത്തുൻ ഫി മാദിഹാ, അതേ നേരത്തെ പറഞ്ഞ പർവ്വതങ്ങൾ അതിനെന്ത് ചെയ്യുക, ക്രഷ് ചെയ്യുന്നുണ്ട്, അതിനെ രോമങ്ങളെ പോലെ ആക്കി മാറ്റുന്നുണ്ട്, പിന്നെ ധൂളികളെ പോലെ ആക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കുമ്പോഴൊക്കെയും പർവ്വതങ്ങളുടെ സ്ഥാനത്ത് തന്നെ ഉണ്ട്. അതാ ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴും നേരത്തെ പറഞ്ഞ മുൻപ് പറഞ്ഞ അതേ അവസ്ഥയിൽ തന്നെ ആ പർവ്വതങ്ങളെ അതിന്റെ അവശിഷ്ടങ്ങൾ ആ പർവ്വതത്തിന്റെ സ്ഥാനത്ത് തന്നെയുണ്ട്. വല്ലറു തഹ്തഹ ഗൈറു ബാരിസ, അപ്പൊ ഭൂമി എന്താണ്, ഇങ്ങനെ ഒന്നായിട്ട് കാണാൻ കഴിയുന്ന, എല്ലാവർക്കും ട്രാൻസ്പെറന്റ് ആകുന്ന രീതിയിൽ അങ്ങനെ ഭൂമി ആകുന്നില്ല. കാരണം പർവ്വതങ്ങളുടെ സ്ഥാനത്ത് പൊടികളും ധൂളികളും അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെയുള്ള ധൂളികളെയാണ് അല്ലാഹു തആല കാറ്റിനെ അയച്ചുകൊണ്ട് ആ ധൂളികളൊക്കെ പറത്തുകയാണ്. ആ പർവ്വതങ്ങളെ പൊടികളാക്കി മാറ്റിയ പർവ്വതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കാറ്റിൽ പറത്തുകയാണ്. മേഘങ്ങളെ ഇങ്ങനെ അല്ലാഹു കാറ്റിൽ കൊണ്ടുപോകുന്നത് പോലെ. അതാ വഹുൽ മുറാദു മിൻ ഖൗലിഹി, അതാണ് അല്ലാഹുവിന്റെ ഖൗല് ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ. നബിയെ പർവ്വതങ്ങളെ കുറിച്ച് അങ്ങോട്ട് ചോദിക്കും. പർവ്വതങ്ങളെ കുറിച്ച്, വലിയ പർവ്വതങ്ങൾ, ഭൂമിയിലെ ഏറ്റവും കടുപ്പമുള്ള സാധനം ആ പർവ്വതം. ആ പർവ്വതങ്ങളെ കുറിച്ച് ഞങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ ഫഖുൽ, തങ്ങൾ പറഞ്ഞു കൊടുക്കണം, യൻസിഫുഹാ റബ്ബി നസ്ഫാ, അള്ളാഹ് പർവ്വതങ്ങൾ എങ്ങനെ പറത്തി കളയുന്നതാണ്. ധൂളികളാക്കി അള്ളാഹു കാറ്റത്ത് ഇങ്ങനെ പറത്തും, ധാന്യങ്ങളെ ഇങ്ങനെ പറത്തി കൊണ്ടുപോകുന്ന പോലെ കാറ്റുകൾ ഇങ്ങനെ ഈ വളരെയധികം ശക്തിമത്തായ ആ പർവ്വതങ്ങളെ ഇങ്ങനെ പറത്തി കൊണ്ടുപോകുന്നതാണ്. അത് നാലാമത്തെ ഘട്ടമാണ്. വൽ ഹാലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ ഘട്ടം അന്നരിയാഹ തർഫഹാൻ വജ്ഹിൽ അർദി വതയ്യിറുഹാ ശുആൻ ഫിൽ ഹവാ, അതേ ഈ കാറ്റ് ഈ ഭൂമുഖത്തിൽ നിന്ന് ഈ പർവ്വതത്തിന്റെ ധൂളികൾ ഇങ്ങനെ പറത്തിക്കൊണ്ടുപോയിട്ട് ഹവയിൽ ഇങ്ങനെ അന്തരീക്ഷത്ത് അതിങ്ങനെ പൊടിപടലങ്ങളായി തങ്ങി നിൽക്കും. അന്തരീക്ഷത്തിൽ ആ പൊടികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും, കാറ്റ് പറത്തിയിട്ട്. കാൻഹാ ഉബാർ, അന്തരീക്ഷത്തിന്റെ പൊടിപടലങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ അവൻ ഒരാള് നെതറ നോക്കിയാൽ പൊടിപടലങ്ങൾ നോക്കിയാൽ ദൂരത്ത് നിന്ന് ഒരാൾ എന്താണ് ഈ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളിലേക്ക് നോക്കിയാൽ ഹസബഹ, അയാൾ കരുതും അത് ഈ പർവ്വതങ്ങളുടെ പൊടിയല്ലേ, കാറ്റ് പറത്തിയതല്ലേ, ഒരുപാടുണ്ട്. ആ പൊടികളിലെ അതിന്റെ കൂടുതൽ അതിന്റെ ആധിക്യം കാരണമായിട്ട് ദൂരെ നോക്കുന്നതിനൊക്കെ തോന്നും ജാമിത, അതിങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ആ പർവ്വതത്തിലെ പൊടികൾ അതിങ്ങനെ അവിടെ ഉറച്ചു നിൽക്കുകയാണെന്ന് ദൂരെ നോക്കുന്നതിനൊക്കെ തോന്നും. വഹിയ അൽ ഹഖീഖ, ശരിക്കും സത്യത്തിൽ എന്ത് ചെയ്യുക, ആ പൊടികൾ അത് മാറത്ത് അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരു നിൽക്കുകയില്ല, സഞ്ചരിച്ചു കാറ്റത്ത് ഇങ്ങനെ പാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ സഞ്ചരിക്കുന്ന എങ്ങനെ സഞ്ചരിക്കുകയില്ല, കാറ്റിങ്ങനെ പറത്തുകയാണ്. കാറ്റിങ്ങനെ പറത്തുന്നതിന് പാറിക്കൊണ്ടേയിരിക്കുകയാണ്. പാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അതിങ്ങനെ മുന്തക്കത്തൻ മുത്തക്കിനത്തൻ, അതിങ്ങനെ പരിസരത്തിന്റെ കൊഴിഞ്ഞു വീഴുന്നു, നശിപ്പിക്കപ്പെടുന്നു. ആ രീതിയിൽ എന്ത് ചെയ്യുക, കാറ്റിങ്ങനെ പലയിടത്തേയും കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ് അതിനെ. അപ്പൊ അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വഹിയ തമുറു മർറ സഹാബ്. അള്ളാഹു താല പറഞ്ഞു, അതെ മേഘങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ, മേഘങ്ങൾ ഇങ്ങനെ എന്താണ്, മേഘങ്ങൾ ഇങ്ങനെ വെള്ളത്തെ കൊണ്ടുപോകുന്ന പോലെ ആ പർവ്വതത്തെ ഇങ്ങനെ ആ കാറ്റ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ രൂപം അഞ്ചാമത്തതാ വയോമനുസയ്യിറുൽ ജിബാൽ വതറൽ അർള ബാരിസ. വയോമനുസയ്യിറുൽ ജിബാൽ വതറൽ അർള ബാരിസ, അങ്ങനെ ഈ കാറ്റുകൾ മേഘങ്ങളുടെ ധൂളി അല്ല ഈ പർവ്വതങ്ങളുടെ ധൂളികൾ ഇങ്ങനെ കാറ്റിങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോഴാണ് അതാ അള്ളാഹ് പറഞ്ഞത് വയോമ, ആ ദിനം നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളാണെങ്കിൽ നടത്തും. അതുകൊണ്ട് തറല്ലാർന്ന ഭൂമിയെ കാണാൻ പറ്റും. ബാരിസ, ഭൂമി ഇങ്ങനെ വളരെ വ്യക്തമായി കാണാം. ഒരു ഉയർച്ചയും ഒരു നിമ്നോന്നതങ്ങളും ഇല്ലാത്ത
മലകളോ കുന്നുകളോ ഒന്നും ഇല്ലാതെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഒന്നായിട്ട് ഇങ്ങനെ വ്യക്തം ആർക്കും ഒറ്റയടിക്ക് ലോകം മുഴുக்க ഭൂമി മുഴുக்க നോക്കി കാണാൻ പറ്റുന്ന തരത്തിൽ ഇങ്ങനെ ബാരിസാക്കി അള്ളാഹുത്തിന്റെ ഭൂമി മാറ്റും എന്ന് പറഞ്ഞത് ഈ പർവ്വതങ്ങളുടെ തുള്ളികളെയൊക്കെ കാറ്റിങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോഴാണ്. അത് അൽ ഹാലത്ത് സാദിസ, ആറാമത്തെ ഘട്ടമാണ്. അതെ, ഈ ആറാമത്തെ ഘട്ടം നമ്മൾ ഇപ്പൊ പറഞ്ഞ ഘട്ടം, അഥവാ അത് വെറും മരീചികയായി മാറും. ഈ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വെറും മരീചിക, ലാശ ഒന്നുകൂടി ഇല്ല. ഒരാൾ ആ പർവ്വതത്തിന്റെ സ്ഥാനത്തേക്ക് നോക്കിയാൽ അവിടെ ഒന്നുമില്ല. ഏതുപോലെ ഈ ദൂരെ നോക്കുന്ന ഒരാൾക്ക് അയാളുടെ കണ്ണിന്റെ പ്രത്യേകമായ സമഞ്ജനക്ഷമത കാരണമായിട്ട് അയാൾക്ക് തോന്നും, ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് അവിടെ വെള്ളമുള്ളതായിട്ട് തോന്നും. എന്നാൽ ആ സ്ഥലത്തേക്ക് വന്നാൽ എന്ത് അവിടെ വെള്ളമില്ല. ഇതുപോലെ തന്നെ പർവ്വതങ്ങൾ എന്ന സ്ഥാനത്തേക്ക് ദൂരെ നോക്കുന്ന ഒരാൾക്ക് പർവ്വതം ഉണ്ടെന്ന് തോന്നും, പക്ഷെ ആ സ്ഥലത്തേക്ക് വന്നാൽ അവിടെ പർവ്വതം ഇല്ല. അങ്ങനെ വെറും മരീചികയായി ഇല്ലാത്ത സാധനമായി പർവ്വതം മാറുകയാണ്. ഭൂമിയിൽ വളരെയധികം തലയെടുപ്പോടെ നിന്ന് ഏറ്റവും ഗാഢമായ പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങൾ എന്നാണ് പരിപൂർണമായിട്ടും ഇല്ലാതായി ഭൂമി മുഴുക്കെ ഒരൊറ്റ പ്രദേശമായി, ഒരു വളവുമില്ലാത്ത, ഒരു തിരിവുമില്ലാത്ത, ഒരു കുണ്ടും കുഴിയുമില്ലാത്ത ഒന്നായി അള്ളാഹുത്തിന്റെ ഭൂമി മാറ്റുകയാണ് ഖിയാമത്ത് നാളാകുമ്പോ. അപ്പൊ ഇങ്ങനെ 6ഓളം ഘട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആറാമത്തെ ഘട്ടമായി വരുന്ന ഒന്നും ഇല്ലാതായി മാറുന്ന അവസ്ഥയെ കുറിച്ച് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അതിന്റെ ലാസ്റ്റ് മൊമെന്റ് എന്താ? അള്ളാഹു സുബ്ഹാന പർവ്വതങ്ങൾ എങ്ങനെ അതിന്റെ സ്ഥാനം നടത്തിയിട്ട് അത് അവസാനം മരീചികയായി മാറും. എന്താ ചോദിച്ചാ? ഹലോ, എന്തോ ചോദിച്ചാരോ? ഇല്ല ചോദിച്ചത് അതിവിടെ ഉസ്താദ് പിന്നെ